ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ വില്ലേജ് ഓഫ് ദി വാട്ടർ മിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതൊരു നോർമൽ ഷോർട്ട് സ്റ്റോറി അങ്ങനെയുള്ള ഒരു സംഭവമല്ല, ഇതൊരു സ്ക്രീൻ പ്ലേ ആണ്. അതായത് സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ എഴുതിയിട്ടുള്ള ഒരു കഥ. ഓക്കെ, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ സമ്മറി, അതിന്റെ ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കാം, എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഈ സ്ക്രീൻ പ്ലേയിൽ ഇതിൽ സീൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, വിഷ്വലി ആക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സമാധാനമുള്ള ഗ്രാമത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഓക്കെ, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഗ്രാമം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. സീൻ 1. ആ ഒരു സീൻ 1 ഒരു യങ് മാന് ഒരു നീളമുള്ള മരപ്പാലം കടന്നിങ്ങനെ കടക്കുകയാണ്. താഴത്തൊരു നദി ഒഴുകുന്നുണ്ട്, വാട്ടർ മിൽസ് ഇങ്ങനെ തിരിയുന്നുണ്ട്, വെള്ളത്തിന്റെ ശബ്ദം, ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ഡേ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ വിഷ് ചെയ്യാണ്. അപ്പൊ അവരും വിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ഗുഡ് ഡേ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു കുട്ടികൾ വരെ എന്താണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്, ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു റിവറിന്റെ ബാങ്ക്സ് എല്ലാം എന്താണ് ഫുള്ള് ഫ്ലവേഴ്സും, കുട്ടികൾ പൂക്കൾ പറിച്ചിട്ട് എന്താണ് ഒരു കല്ലിന്റെ മേലൊക്കെ വെക്കുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കല്ലിന്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ വെക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളും ഇത് എന്ത് ചെയ്യണം, മനസ്സിൽ വെക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാം. സീൻ 2 ഒരു കോൺവെർസേഷൻ വിത്ത് ദി ഓൾഡ് മാൻ, ഒരു വയസ്സായിട്ടുള്ള നമ്മൾ മൂപ്പൻ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ്. ഈ ഒരു യങ് മാന് ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്യാണ്, മീറ്റ് ചെയ്യാണ് വാട്ടർ മിൽസിന്റെ അടുത്ത് വെച്ചിട്ട്. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ഈ വില്ലേജിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഓൾഡ് മാൻ പറയുന്നത് എന്താണ്, ഇവിടെ പേരൊന്നും ഇല്ല, നമ്മൾ ഇതിനെ വില്ലേജ് എന്നാണ് വിളിക്കാറുള്ളത്, പുറത്തുള്ള ആൾക്കാർ എന്താണ് വില്ലേജ് ഓഫ് ദി വാട്ടർ മിൽസ് എന്നാണ് വിളിക്കലെന്ന്. അപ്പൊ നിങ്ങൾ അതും എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കാണ്ട്. കാരണം അവർക്ക് ഈ പേരിലൊന്നും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയോ കാര്യമോ ഒന്നുമില്ല. അവർ ഭയങ്കര എളിമയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ലേ എന്ന്. അവർ പറയുന്നത് ഇല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് എന്തിനാണ് ഈ രാത്രിയും പകലിനെ പോലെ തിളങ്ങണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത്, നമുക്ക് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ആ സ്റ്റാറുകളൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മൾ ശരിക്കും ഡീപ്ലി തിങ്ക് ചെയ്യണം അല്ലെ. അവർ പറയുന്നത് എന്താണ്, രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ആയിരിക്കണം, അത് ഇരുണ്ടതായിരിക്കണം. പ്രകൃതിയുടെ നിയമം അതാണ്. അതായത് പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങിയിട്ടാണ് അവര് ജീവിക്കുന്നുള്ളത്. അപ്പൊ ഈ യങ് മാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ട്രാക്ടേഴ്സ് യൂസ് ചെയ്യലില്ലേ. അപ്പൊ അവര് പറയുന്നത് നോ, ഞങ്ങൾ ഉപയോഗിക്കലില്ല, ഞങ്ങള് പശുവും അതുപോലെ തന്നെ കുതിരകളെയൊക്കെയാണ് ഉപയോഗിക്കല്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂൽ ഉപയോഗിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല, ഞങ്ങൾ കാട്ടുതീ അതുപോലെ തന്നെ വീണ് കിടക്കുന്ന മരങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവരാവശ്യമില്ലാതെ എന്ത് ചെയ്യില്ല, ഒരു മരത്തെ പോലും കട്ട് ചെയ്യലില്ല. അവരെന്താണ് ഭയങ്കരമായിട്ട് നേച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ആ ഓൾഡ് ആയിട്ടുള്ള വൈസ്മാൻ പറയുന്നത് പീപ്പിൾ ടുഡേ തിങ്ക് ദ ഈസി ആയിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്, നല്ലതിന് വേണ്ടിയിട്ട് തന്നെ. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, ഈ നല്ല കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അതായത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലീൻ എയർ, ശുദ്ധവായു വേണം, അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം, പിന്നെ അതുപോലെ ട്രീയും പ്ലാന്റ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നശിപ്പിച്ചാൽ ഈ ഒരു നേച്ചറിനെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ പ്രധാന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഫസ്റ്റ് യങ് മാന് കണ്ടിട്ടില്ലായിരുന്നു അവിടെ ഒരു ഫ്ലവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് കല്ലിന്റെ മുകളില്. അത് ആ വൈസ്മാനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പണ്ടൊരു സമയത്ത് ഒരു ട്രാവലർ, സുഖമില്ലാത്തൊരു ട്രാവലർ ആ ഒരു ബ്രിഡ്ജിന്റെ ആ ഒരു പാലത്തിന്റെ അവിടുന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വില്ലേജേഴ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അടക്കി അതിന് മുകളിൽ ഒരു കല്ലും വെച്ച്, ആ കല്ലിന്റെ മുകളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൂക്കളും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അതെന്താണ് ഒരു കസ്റ്റമായിട്ട് മാറുകയാണ്. എല്ലാവരും എന്താണ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പൂക്കൾ വെക്കും. അത് എന്താന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ പലർക്കും അത് അറിയില്ല എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പൂ വെക്കുന്നത്. പക്ഷെ അവർ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ്. അവരുടെ ആ ഒരു ഹ്യൂമാനിറ്റിക്കുള്ള ആ ഒരു റെസ്പെക്ട്, കൈൻഡ്നെസ്, ട്രഡീഷന് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്.
ആ ഒരു ടൈമിലാണ് യങ് മാന് ഒരു മ്യൂസിക് കേൾക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുന്നത് എന്തോ സെലിബ്രേഷൻ ആണോ? അപ്പൊ അവര് പറയുന്നു അല്ല, ഇത് ഒരാൾ മരിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെ അടക്കം ചെയ്യാനുള്ള അതിന്റെ ചടങ്ങുകളാണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ നടക്കുന്നത്, അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അതൊരു 99 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരത്രയും കാലം ജീവിച്ചിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നേച്ചറിനോട് എന്താണ് ആ, അത്രയും അടുത്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവര് ജീവിച്ചിട്ടുള്ളതെന്ന് പറയാണ്. ഈ ഒരു വില്ലേജിൽ വയസ്സായിട്ടുള്ള ആളുകൾ മരിച്ചിട്ടാണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യും. കാരണം അവർ അത്രയും കാലം എന്താണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിട്ടുള്ളത്. യങ് ആയിട്ടുള്ള ആളുകൾ മരിച്ചാലാണ് അവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്ന് പറയാണ്. അതായത് അവര് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നല്ലേ കാണിച്ചിട്ടുള്ളത്. അതായത് അവര് ലൈഫിനെയും ഡെത്തിനെയും ഒരുപോലെ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോകുന്നതിന് മുന്നേ ആ ഓൾഡ് മാൻ പറയാണെന്ത്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മരിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ എന്താണ് എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. നമുക്കങ്ങനെ കഴിയോ? ഇല്ലല്ലേ, നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. ബട്ട് അയാൾ ചിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ മരിച്ചുപോയ സ്ത്രീക്ക് 99 വയസ്സായിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് 103 എന്ന്. അപ്പൊ അതുപോലെ തന്നെ അയാൾ പറയുന്നത് ലൈഫ് ഈസ് ഗുഡ്, ഇറ്റ്സ് എക്സൈറ്റിംഗ്. ലൈഫ് ഭയങ്കര ഗുഡാണ്, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെച്ചാൽ അവരുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, ഒരാൾ മരിച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ട് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ലാസ്റ്റ് സീനിലേക്ക് വരുവാണെങ്കിൽ അവിടെ കാണിക്കുന്നത് എന്താണ്, ആ ഒരു ഫ്യൂണറലാണ് കാണിക്കുന്നത്. അതായത് ആ മരിച്ചു പോയിട്ടുള്ള അയാളുടെ ആ ഒരു സെലിബ്രേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അത് ഭയങ്കര കളർഫുൾ ആയിട്ടാണ് നടക്കുന്നത്. കാരണം കുട്ടികളൊക്കെ പൂവ് എറിയുന്നു, അതുപോലെ മ്യൂസിക് പ്ലേ ചെയ്യുന്നു, പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ ഒരു 6 ആണുങ്ങൾ എന്താണ് ഈ ഒരു ശവപ്പെട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും എന്ത് ധരിച്ചിട്ടുണ്ട്? ഹാറ്റ് ധരിച്ചിട്ടുണ്ട്. ഈ ഓൾഡ് മാൻ, നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്ന ആ ഓൾഡ് മാനും അതിലേക്ക് എന്താണ് പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ യങ് മാൻ ഇതെല്ലാം എന്താണ് റെസ്പെക്ട്ഫുള്ളി ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ആ ഹാറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു റെസ്പെക്ട് കാണിച്ചതാണ്. അങ്ങനെ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ ആ ബ്രിഡ്ജ് കടക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് കുറച്ച് ബാക്കോട്ടേക്ക് വരും. അവിടുന്ന് എന്ത് ചെയ്യും? പൂക്കൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ റോക്കിന്റെ മുകളിൽ വെക്കും. അയാൾ എന്താണ് അവിടുത്തെ ആ ഒരു വില്ലേജ് ട്രഡീഷൻ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെന്താണ്, ആ റിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന് താഴെയുള്ള റിവർ കണ്ടിന്യൂസ് ടു ഫ്ലോ. അത് കാണിക്കുന്ന എന്താണ്? റിവർ റെപ്രസെന്റ് ചെയ്യുന്നത് ലൈഫിനെയാണ്. അതായത് അത് എപ്പോഴും എന്താണ് മുന്നോട്ടേക്ക് പോകുന്നു. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലിവിങ് കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ നേച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നു, അതുപോലെ ലൈഫിനും ഡെത്തിനും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും notebuddy.in ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സാം ഒക്കെയാണ് വരുന്നത്, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.